കായംകുളം മുസ്ലിം ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ബൈത്തുന്നൂർ ഭവന പദ്ധതിക്ക് തുടക്കമായി. കായംകുളം കേന്ദ്രീകരിച്ച് സാമൂഹിക രംഗത്തും ജീവകാരുണ്യ മേഖലയിലും പ്രവർത്തിച്ചു വരുന്ന കായംകുളം മുസ്ലിം ഐക്യവേദി പ്രദേശത്തെ അർഹരായ ഭവനരഹിതർക്ക് നിർമ്മിച്ചു നൽകുന്ന ബൈത്തുന്നൂർ ഭവന പദ്ധതിയിൽപ്പെട്ട ആദ്യ വീടിന്റെ നിർമ്മാണത്തിന് പത്തിയൂരിൽ തുടക്കം കുറിച്ചു. മുസ്ലിം ഐക്യവേദി ചെയർമാൻ ഷാജി കല്ലറയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. മുൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൾ ഹക്കീം ഉദ്ഘാടനം നിർവഹിച്ചു. ഇത് നിങ്ങൾ ഏറ്റെടുത്തത് ഒരു ചലഞ്ചാണ്. ഈ ചലഞ്ച് മനുഷ്യ ജീവിതത്തിന്റെ അടിസ്ഥാന ആവശ്യം നിർവഹിക്കുന്നതിന് വേണ്ടി ഏറ്റെടുത്ത ചലഞ്ചാണ്. നമുക്കറിയാം, നമ്മൾ ചെറുപ്പം പോലെ കേൾക്കുന്ന റൊട്ടി, കപ്പട ഓർ മക്കാൻ. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഇത് മൂന്നുമാണ് മനുഷ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ. അതിൽപ്പെട്ട അടിസ്ഥാന ആവശ്യമാണ് ഇന്ന് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ ഭവന പദ്ധതി. എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ സാധിക്കും. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യും. ചടങ്ങിൽ കായംകുളം ടൗൺ മുസ്ലിം ജമാഅത്ത് ഇമാം ജലാലുദ്ദീൻ മൗലവി, കുറുങ്ങാട് ജമാഅത്ത് ഇമാം താജുദ്ദീൻ ബാഖവി, എ മഹമ്മൂദ് മുസ്ലിയാർ, നുജുമുദ്ദീൻ ഫാളിലി, അലിയാര് കുഞ്ഞു മൗലവി തുടങ്ങിയവർ പങ്കെടുത്തു. പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് വാർഡംഗങ്ങളായ ശ്രീജിത്ത് പത്തിയൂർ, ദീപക് കെരുവ, കായംകുളം മുനിസിപ്പൽ കൗൺസിലർ മുബീറ സോടനാട്, പുത്തൻതെരുവ് ജമാഅത്ത് വൈസ് പ്രസിഡന്റ് ലിയാഖത്ത് പറമ്പി, ജമാഅത്തെ ഇസ്ലാമി കായംകുളം ഏരിയ സെക്രട്ടറി അഷ്റഫ് കാവേരി, അബൂജനത അഷ്റഫ് കരീലക്കുളങ്ങര, മുൻ പഞ്ചായത്ത് അംഗം സോമൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മുസ്ലിം ഐക്യവേദി കൺവീനർ സിയാദ് മണ്ണാമുറി, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മുഹമ്മദ് അസ്ലം റോയൽ, സവാദ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കായംകുളം.